ഇനി അന്നത്തെ പരീക്ഷയെ മാനുകൾ ഇന്ന് കുറച്ച് നേരത്തെ വന്നു അറിയാം. ഇന്നലെ ഉച്ചയോട് കൂടിയിട്ട് ഏകദേശം ഒരു മണിയൊക്കെ ആയിപ്പോൾ. പോവുക അകത്തേക്ക്. കുറേ നേരമായി ഞാനിവിടെ ഈ കാൽപെരുമാറ്റം കൊണ്ട് അവിടെ എല്ലാവരും ഉണ്ട്. അവർ അവിടെ അകത്തേക്കൊക്കെ ഉണ്ട്. ടൈഗറുണ്ടാവും. ടൈഗർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കാട്ടിൽ ഉള്ളിലായിരിക്കും. ഇതിപ്പോൾ വേനലാവില്ല. വേനലാകുമ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നല്ല പച്ചപ്പുണ്ട്, ഇലകളും ഒക്കെ ആയിട്ട് ഷെയ്ഡ് കിട്ടും, തണുപ്പ് കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ ആ സൈഡിൽ കൂടെ ഒരു അരുവി പോണില്ലേ കുഞ്ഞു, അപ്പം ആ അരുവിയിൽ നിന്ന് അതിന് വെള്ളവും കുടിക്കാം, അങ്ങനെ ഇറങ്ങണതാണ്. അവിടെ എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും, കാണാൻ പറ്റുന്നുണ്ട്. കുറേ നേരമായി കേൾക്കുന്നു. എനിക്ക് എല്ലാ ദിവസവും ഈ ഒരു സമയമാകുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ സോയിലൊക്കെ അവർ കാടിൻ്റെ ഉള്ളിൽ എവിടെയായിരിക്കും അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത്. ഇതൊന്നും നമുക്ക് ഇല കഴിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇല കഴിച്ചുകൊണ്ടിരിക്കും. അത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുണ്ടാവുമല്ലോ, വേനൽക്കാലമല്ലേ. ഇവിടെ എന്താ വെച്ചാൽ ഈ അരുവി ഉള്ളത് കൊണ്ട്, ഈ സ്ട്രീം ഉള്ളത് കൊണ്ട് ഇവിടെ വെള്ളം കിട്ടും. ഈ ചെടികൾക്കും ഇത്തിരി ഈ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു വെസ്റ്റേൺ ഘട്ടാണത്. വെസ്റ്റേൺ ഘട്ടല്ലേ കുഞ്ഞു? നമുക്ക് മിസ്സാവില്ലേ വെസ്റ്റേൺ ഘട്ടൊക്കെ? വേറെ ഘട്ടത്തിൽ കാണൂല്ലേ? കാറ്റൊക്കെ ഉണ്ട് നല്ല ഞാൻ കുറേ നേരമായി കേൾക്കുന്നു. പക്ഷെ എന്ന് വെച്ചാൽ അങ്ങോട്ട് ഓർക്കുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കുറച്ചധികം നേരത്തെ വീഡിയോസ് എടുക്കുമായിരുന്നു. ജനല തുറന്നപ്പോൾ അത് പേടിച്ചു പോയി. ഇങ്ങനെ നോക്കണു. ഒരു പൂന്തത്തെ അവിടെ നിന്ന് കാറിലെക്കാൻ അങ്ങനെ അതുപോലെ കാണാം. വീഡിയോയിൽ കാണാൻ പറ്റില്ല. മിസ് ചെയ്യും എനിക്ക്. പോവാം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. മാനിനെ കണ്ട സന്തോഷത്തിന് ഇംഗ്ലീഷ് പഠിക്കാം നാളത്തെ പരീക്ഷയ്ക്ക്. ഓക്കേ.